വാടക വീടിന്റെ പരിമിതികളിൽ കഴിഞ്ഞിരുന്ന കാഴ്ചയില്ലാത്ത യുവതിക്കും പിതാവിനും ഇനി സുരക്ഷിത ഭവനത്തിൽ അന്തിയുറങ്ങാം. കോട്ടയം എരുമേലി കൊരട്ടിയിൽ കാഴ്ചയില്ലാത്ത ഷീജയ്ക്കും പിതാവിനുമാണ് പ്രൊജക്ട് ഷെൽട്ടറിന്റെ ആഭിമുഖ്യത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ സുരക്ഷിത ഭവനം ഒരുക്കി നൽകിയത്. സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാതിരുന്ന ഷീജയും പിതാവും വർഷങ്ങളായി വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഇവരുടെ ജീവിത ദൈന്യം കണ്ടറിഞ്ഞ് പ്രൊജക്ട് ഷെൽട്ടർ സഹായഹസ്തവുമായി എത്തുകയായിരുന്നു. കോട്ടയം എരുമേലി കൊരട്ടി തൂങ്കുഴി ജോസ് ജയ ദമ്പതികളാണ് ഷീജയ്ക്ക് ഭവനമൊരുക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയത്. പ്രൊജക്ട് ഷെൽട്ടറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ അർജുന നാച്ചുറൽസ് ഷീജയ്ക്ക് ഭവനം നിർമ്മിച്ചു നൽകി. ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഷീജയ്ക്കും പിതാവിനും വീടിന്റെ താക്കോൽ കൈമാറി. പ്രൊജക്ട് ഷെൽട്ടറിന്റെ നേതൃത്വത്തിൽ പാർപ്പിടമൊരുക്കുന്ന പദ്ധതി ഏറെ ശ്ലാഘനീയമാണെന്ന് ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. മൂല്യത്തോടുകൂടി ജീവിക്കാന് ഈ ലോകത്തിൽ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ നമ്മുടെ മതവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുവാനായിട്ട് നമ്മളെ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. പ്രൊജക്ട് ഷെൽട്ടർ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കണ്ണന്താനം, പ്രോഗ്രാം കോർഡിനേറ്റർ സിബു ജോർജ്, പ്രൊജക്ട് ഷെൽട്ടർ ടീം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഒന്നും സാധിച്ചത് വരികയില്ല. പക്ഷേ ഓരോരുത്തരുടെയും സംഭാവന വലുതുമാണ്. അതാണ് ഇതിനകത്തെ പ്രത്യേകത. അച്ഛൻ തന്നെ നോക്കിയാൽ ഇതൊന്നും സംഭവിച്ചത് വരികയില്ല. പക്ഷേ അച്ഛൻ്റെ ഇനിഷ്യേറ്റീവും അച്ഛൻ്റെ നേതൃത്വവും അത്യാവശ്യമാണ് താൻ. പ്രൊജക്ട് ഷെൽട്ടറിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ 14ാമത്തെ വീടാണ് ഷീജയ്ക്കും പിതാവിനുമായി സമർപ്പിച്ചത്. 1000 പേരിൽ നിന്നും 1000 രൂപ വീതം സമാഹരിച്ചാണ് പ്രൊജക്ട് ഷെൽട്ടർ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകി കൈത്താങ്ങാകുന്നത്. ബിസിനസ് ഗ്രൂപ്പുകളും വ്യവസായികളും സന്നദ്ധ സംഘടനകളും പ്രൊജക്ട് ഷെൽട്ടറിന്റെ ദൗത്യത്തിന് പിൻബലമേകി വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരാകുന്നുണ്ട്. ഗുഡ്നസ് ന്യൂസ്, വൈക്കം.